നല്ല സോഫ്റ്റ് പാലപ്പത്തിൻ്റെ ഒപ്പരവും ചപ്പാത്തിൻ്റെ ഒപ്പരമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല കിടിലം മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം പട്ടയും പൂവും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ഇത്തിരി ഇഞ്ചിയും കറിവേപ്പിലയും 4 മീഡിയം സൈസിൽ സവാള ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അതും നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി പുഴുങ്ങി വെച്ച കോഴിമുട്ടല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 അല്ലി മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കിടിലം മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. കണ്ടിട്ട് അഭിപ്രായം പറയരുതേ, ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയുക.